അയാൾ തൻ്റെ രൂപം കൊണ്ട് ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു. കൊടുമൺപോറ്റി, ഭ്രമയുഗം, പടം മാരകമാണെന്ന് എല്ലാവരും പറയണേ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഉണ്ടല്ലോ, എല്ലാവരും ഇൻഫ്ലുവൻസിങ്ങിൻ്റെ കാലമാണ്. ഇന്നൊരു പ്രൊഡക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യണു, ഇന്ന ഡ്രസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യണു, ഇന്ന ഭക്ഷണം ഇൻഫ്ലുവൻസ് ചെയ്യണു, ഇന്ന സാധനം നല്ലതാണ്, ഇന്ന സിനിമ നല്ലതാണ്. സിനിമ നല്ലതാണ്, ഓക്കെ. കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമ എടുക്കുകയാണ്, ഒരു സിനിമ ചെയ്തു. അതായത് 10, 12, 20, 25, 100, 150 കോടിയും കൊടുത്ത് മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പടത്തിൻ്റെ ചില ഭാഗങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ചില ലാഗുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ചില പോർഷൻസ് കൊണ്ടോ, അല്ലെങ്കിൽ ചില ആൾക്കാരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ, ചില ഡയറക്ടേഴ്സിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ചില അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ചിലപ്പോൾ അവരുടെ വർക്ക് ചെയ്തേക്കുന്ന ക്രൂവിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ചിലപ്പോൾ നായകന് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പടം ഇപ്പം ഒരുപാട് നെഗറ്റീവ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ ആ പ്രൊഡ്യൂസർ മുടക്കിയേക്കണ കാശിൻ്റെ 1/4 ചിലപ്പോൾ തിരിച്ച് കിട്ടാത്ത രീതിയിൽ നെഗറ്റീവ് അടിക്കുന്നുണ്ടാവും. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും പടത്തിൻ്റെ മൂല്യം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മൾ പടം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ല എന്ന് പറയും. പക്ഷേ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഓടുന്ന പടങ്ങളുണ്ട്, സമ്മതിച്ചു, ശരിയാണ്. പക്ഷേ ചില സിനിമകൾ, ഇപ്പം ലാലേട്ടൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ പടം, അതുപോലെ മമ്മൂട്ടിയുടെ ലാസ്റ്റ് ഇറങ്ങിയ പടം, മോഹൻലാലിന് ഒരു വെറൈറ്റി കഥാപാത്രം പിടിക്കാൻ പാടില്ല, ഒരു അഴിഞ്ഞാട്ടം ശ്രമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഒറ്റ പാറ്റേണിൽ ഒരു ഉള്ള ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുള്ളിക്ക് വേഴ്സറ്റൈൽ ആക്ടർ എന്നുള്ള ഒരു സംഭവം ട്രൈ ചെയ്യാൻ പോലും പാടില്ല. ഈവൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പുള്ളിയുടെ അഭിനയം പോയി, പുള്ളി മറ്റതാണ് മറച്ചതാണ്, പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല, പുള്ളി നിർത്തിപ്പോണം, പുള്ളി അതാണ് ഇതാണെന്നൊക്കെ പറയും. ഒരു 10 പടം അടുപ്പിച്ച് പൊട്ടും, 11ാമത്തെ പടം ഒരു നേരെന്നുള്ള സിനിമ ഇറങ്ങും, അതോടുകൂടി പറഞ്ഞവരൊക്കെ പോവും, എല്ലാം തിരിച്ചു വരും. ഇതാണ് കണ്ടുവരുന്നത്. ലാലേട്ടനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മമ്മൂട്ടിനെ സംബന്ധിച്ചോ മമ്മൂക്കാനെ സംബന്ധിച്ചോ രണ്ടുപേരും നിത്യവസന്തമാണ്. 40-45 വർഷമായി മലയാള സിനിമയിൽ അടക്കി വാഴുന്നു. ഈ 45 വർഷമായിട്ട് എനിക്ക് പ്രായം 10-30 വയസ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പം നിലവിൽ വ്ളോഗ് ചെയ്യണ എല്ലാവർക്കും ഏകദേശം ആ ഒരു പ്രായം തന്നെയായിരിക്കും, ഒരു 35 മാക്സിമം. ഏത് സിനിമ വ്ളോഗ് അല്ലെങ്കിൽ പോട്ടെ 40 വയസ്സ്. 40 വയസ്സ് പ്രായമുള്ള ഒരാൾ മോഹൻലാലിനെയോ മമ്മൂട്ടീനെയോ ഒരിക്കലും അഭിപ്രായം പറയാൻ പോലും ആയിട്ടില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ പ്രായം, ശരിയല്ലേ? അവരുടെ എത്ര ഏജ് കൊണ്ട് എക്സ്പീരിയൻസ് ആണോ അതാണ് നിങ്ങളുടെ പ്രായം വന്നേക്കണത്. നിങ്ങളെ കൊണ്ട് ജന്മം ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ മോഹൻലാലിനെ മമ്മൂട്ടിയെ പോലത്തെ ഒരു നടനാവാനോ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സംഭവങ്ങൾ ചെയ്യാനോ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനോ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ ആരുമില്ലാത്ത മൊബൈലിൽ സ്ക്രീനിൽ നോക്കിയിരുന്നിട്ട് 10 മിനിറ്റ് ഇരുന്ന് അവരെ കുറ്റം പറയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനൊക്കെ പറ്റത്തുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കി, 150 രൂപ കൊടുത്തൊരു സിനിമ കാണുകയാണ്. ഒന്ന് ഈ സിനിമ കണ്ടിട്ട് 10 മിനിറ്റത്തെ റിവ്യൂ അവൻ ഇടുകയാണ്. ആ പടം കൊള്ളത്തില്ല, അല്ലെങ്കിൽ നല്ലതാണ്, മറ്റതാണ്, എന്തും പറഞ്ഞ് റിവ്യൂ ഇട്ടോട്ടെ. നല്ലതാണെന്നും പറഞ്ഞ് ഇടണമെന്നേ. ആൾക്കാർ നല്ലതാണെങ്കിൽ ഒന്നുകിൽ നല്ലതാണെന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ ചീത്തയാണെന്ന് മാത്രം പറയാം. ഇത് അതിനെ വലിച്ചു വാരി അതിൻ്റെ ഓരോ സീൻസും പറഞ്ഞ് അതിനെ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതിന് ഇങ്ങനെ സീൻസ് ഉണ്ട്, മറ്റേതാ മറിച്ചാണ്. കുറേ പേര് വീഡിയോ ക്ലിപ്സ് തിയേറ്ററിൽ നിന്ന് എടുത്തിട്ട് അതങ്ങോട്ട് ഇട്ടില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. ഇനി വേറെയും കുറേ ആൾക്കാരുണ്ട് പടം കാണാണ്ട്, ഒരു സീൻ പോലും ഒരു ബിറ്റ് പോലും കാണാണ്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്കും പോയി, കൊള്ളത്തില്ല, പടം കൊള്ളത്തില്ല. നേരിട്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞ സമയത്ത് കൊള്ളത്തില്ലെന്ന് കമൻ്റ് ഇട്ടൊരു പുള്ളി എനിക്ക് നാട്ടിലറിയാം. പുള്ളി നേരെന്നുള്ള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്നിട്ടാണ് പുള്ളി കൊള്ളത്തില്ല എന്ന് പറഞ്ഞ എല്ലാ പടത്തിലും മോഹൻലാലിൻ്റെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ പുള്ളി അവിടെ പോയി കമൻ്റ് അടിക്കുക, നെഗറ്റീവ് കമൻ്റ് അടിക്കുക. എനിക്കറിയാൻ പാടില്ല മോഹൻലാലിന് പുള്ളിക്ക് വല്ലതും കൊടുക്കാത്തതുകൊണ്ടാണോ. കുറേ ആൾ ഒമർക്കാടെ സിനിമയുടെ പുറകെയായിരുന്നു. ഒമർക്ക ചാൻസ് തരും, ഒമർക്ക മറ്റു തരും. പുള്ളി മൈൻഡ് ചെയ്യണേ. പുള്ളി ഇപ്പം ഒമറിൻ്റെ പോസ്റ്റിൽ കാണില്ല കേട്ടോ. ഇനി ഞാൻ കാണാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. പുള്ളി മോഹൻലാലിൻ്റെ പോസ്റ്റോ വീഡിയോ എന്ത് കണ്ടാലും അതിൻ്റെ പുറകെ കടന്ന് പുള്ളി നെഗറ്റീവ് അടിച്ചുകൊണ്ട് നടക്കുക. അങ്ങനത്തെ കുറേ ടീമുകൾ. മമ്മൂക്കാൻ്റെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാതിരുന്നേ ഈ വെറുപ്പീര് കാണാത്തത് സത്യം പറഞ്ഞാൽ. അതായത് പടം ഇറങ്ങണേക്കാൾ മുമ്പ് പടം നല്ലതാണ് ചീത്തയാണെന്നുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞു. പിന്നെ എന്താ കണ്ടിട്ടെന്നായിരിക്കും, അതിൻ്റെ കഥയടക്കം ഇന്നതാണ് മറ്റേ മറിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പണ്ട് പടം കാണുമ്പോൾ ഒരു ത്രില്ലുണ്ടായിരുന്നു. ആ പടത്തിനൊരു നമുക്ക് കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളാണ് ഫസ്റ്റ് കാണുന്ന ഇതില്ലാതെ കാണുന്ന നമ്മൾ പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് രീതിയിൽ അന്നത്തെ കാലത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഓഡിയൻ എന്നുള്ള സിനിമ മോഹൻലാലിൻ്റെ അത്രയും നല്ല കഷ്ടപ്പാടായിരുന്നു ആ സിനിമ. ആ പടത്തിനെ ഇറങ്ങണതിന് മുന്നേ തന്നെ ട്രോളി നശിപ്പിച്ച്
മോഹൻലാലിൻ്റെ കോലം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ കണ്ട് ആ പടത്തെ നശിപ്പിച്ച ആ പടത്തിന്. ആ പടത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പടമായിരുന്നു, ക്ലീൻ മൂവിയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഹായ് ഓൾ സിസ് കോക്ക് എന്ന് പറഞ്ഞു, കോക്കണ്ണൻ പുള്ളി വാ തുറന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നല്ലത് പറയാനുണ്ടല്ലോ പുള്ളിക്ക് അങ്ങോട്ട്. പുള്ളി എൻ്റെ സ്കൂളിൽ പഠിച്ച ഹെഡ് ചോടിനെ പോലെയാണ്. പുള്ളി എന്തെങ്കിലും ഒരു കാര്യം നല്ലത് പറയണമെങ്കിൽ ഉണ്ടല്ലോ ജന്മം ചെയ്താൽ നല്ലതെന്ന് പറയില്ല. ഇനി ഇൻ കേസ് ഇനിയിപ്പോൾ പൈസ മേടിച്ചിട്ട് വല്ല കാര്യങ്ങളും ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ കാര്യത്തിലൊക്കെ നല്ല നീറ്റായിട്ട് വ്ളോഗ് ചെയ്യണത്, നീറ്റായിട്ട് സിനിമ റിവ്യൂ പറയണത് ഷസാമും അർജു, ഇവർ രണ്ടുപേരും നീറ്റായിട്ട് പറഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സിനിഫോളി അവൻ മറ്റേ ബ്ലാക്ക് വൈറ്റ് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ പുള്ളി, വിഷ്ണു എന്താണ് ചങ്ങായിയുടെ പേര് ആ പുള്ളി, അതുപോലെ കോക്ക്, ഇവരൊക്കെ വലിച്ച് തലനാര് വലിച്ച് കീറുക. നിന്നെ കൊണ്ടൊക്കെ പറ്റുവാടാവേ. ഒരു പടം ഒരു 10 മിനിറ്റത്തെ സീൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുക? ഇല്ല, പറ്റത്തില്ല. ഈ വലിച്ച് കീറൽ നിനക്ക് ഈ മൊബൈൽ നോക്കിയിരുന്ന് ഉണ്ടാക്കി പറയലും ഈ സാധനങ്ങളൊക്കെ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഈ സിനിമയുടെ ഒരു 10 മിനിറ്റ് സീൻ പോലും സ്ക്രിപ്റ്റ് എഴുതാൻ പോലും പറ്റത്തില്ല. അതിനൊക്കെ തലയുള്ളവരും പഠിച്ചവരും ഇത്രയും നാൾ കഷ്ടപ്പെട്ടവരും എത്ര വർഷം പുറകെ കടന്നവരൊക്കെ പറയും സിനിമ ചെയ്യണതൊക്കെ. അവരുടെ എത്ര വർഷത്തെ അധ്വാനം. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പടങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാനുള്ള പൊട്ട പടങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ലോ ക്വാളിറ്റിയാണ്, ലോ മേക്കിംഗ് ക്വാളിറ്റിയാണെന്നുള്ളതൊക്കെ. ഇവൻ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തു പറയണം, മോഹൻലാൽ മമ്മൂട്ടി മാത്രം രണ്ടുപേരും ജഡ്ജ് ചെയ്യണ്ടാന്നേ, രണ്ടുപേരും പ്രീ ജഡ്ജിങ് നിർത്ത്. രണ്ടുപേരും ചെയ്യുന്ന പടത്തിനൊരു യുണീക്നെസ് ഉണ്ട്. കൂടി വന്ന ഒരു 10-20 വർഷം കൂടി ഇവർ രണ്ടുപേരും പടം അഭിനയിക്കും. ആ വർഷങ്ങൾ കൂടി നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രേം നസീറും അവരൊക്കെ അഭിനയിച്ച പോലെ ആയി പോയി അന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ പൊക്കി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം നമ്മൾ കാണുന്ന നമ്മൾ ആസ്വദിക്കുക, ഇവരുടെ പടങ്ങൾ നമ്മളിപ്പോൾ ആസ്വദിക്കുക. എന്തിനാ ഈ ജഡ്ജ്മെൻറ്റ്? പടം കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവർ കൊള്ളത്തില്ല, ഇവർ കൊള്ളത്തില്ല, എന്തിനാ ജഡ്ജ്മെൻറ്റ്, പ്രീ ജഡ്ജ്മെൻറ്റ്? പിന്നെ ദൈവത്തെ ഓർത്ത് സിനിമ എന്നുള്ള കാര്യത്തിൽ പാർട്ടിയോ മതമോ ഒന്നും കൊണ്ടുവന്ന് കളത്തല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവരെ ഒരു കലാമൂല്യമുള്ള വസ്തുക്കളായിട്ട് മാത്രം കാണും. ആ പടം കൊള്ളത്തില്ലെങ്കിൽ വിട്ടേരെ, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഒന്നിനും പോകണ്ട. അല്ലെങ്കിൽ മോശം സിനിമ എന്ന് മാത്രം പറഞ്ഞേരെ. ഈ പടത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞേരെ. ഇനി അതിനെ വലിച്ചു കീറണം എന്തിനാ? ആ വീഡിയോസ് നിങ്ങൾക്ക് 10-15 മിനിറ്റ് എന്നുള്ളത് 2 മിനിറ്റ് 3 മിനിറ്റ് ആയിട്ട് ചുരുക്കിയിട്ട് ഉള്ള ഇന്ന ആൾ ഡയറക്ടർ, ഇന്ന ആൾ സംവിധാനം, ഇന്ന ആൾ പടം എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിന് ചില പേഴ്സണൽ കാരണങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തീർത്താൻ പാടുള്ളേ. ഇത് പടത്തിനെ വലിച്ച് കീറി ഒരു എന്താ പറയുക, ഒരു മറ്റോടത്തെ പരിപാടി ചെയ്യണം. നല്ല പടം വന്നു കഴിയുമ്പോൾ അത്രയൊന്നും പറയത്തുമില്ല. ആഴ്ചയിൽ ഒരു സിനിമ ഇറങ്ങി 100 രൂപ കൊടുത്തൊരു സിനിമ ഉണ്ട്. ആ സിനിമ കണ്ടിട്ട് 10 മിനിറ്റ് വീഡിയോ ഇട്ട് അവന് വരുമാനം കിട്ടണ 10 മിനിറ്റ് വീഡിയോ ഉണ്ട് 10,000 രൂപ കിട്ടി. മാസത്തിലൊരു 4 സിനിമ ഉണ്ട്. 4 സിനിമ കണ്ടിട്ട് 4 സിനിമയും വലിച്ചു കീറി തേച്ചൊട്ടിക്കാണ്, 40,000 രൂപ കിട്ടി. അടുത്ത മാസം ഞാനൊരു പ്രൊഡ്യൂസറാണ്, ഞാൻ പറയാണ് ഇന്ന ആള് പടം റിവ്യൂ ഉണ്ടല്ലോ, ആൾക്കൊരു 10,000 രൂപ കൊടുത്തേക്കാം, എന്തെങ്കിലും ഇത്തിരി മോശം ഇത്തിരി കുറച്ച് പറയട്ടെ, ഒരു 10,000 രൂപ കൊടുത്ത്. അവൻ ചിലപ്പോൾ മേടിക്കും, ചിലപ്പോൾ മേടിക്കില്ല, ചിലപ്പോൾ ഇത്തിരി കുറച്ച് പറയും, മേടിച്ചിട്ട് ഇത്തിരി കുറച്ച് പറയും, ചിലപ്പോൾ മേടിക്കാണ്ട് ചിലപ്പോൾ ഉള്ളതൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ എത്രയായി? 40,000 പ്ലസ് 50,000. അങ്ങനെ ഒരു 5 പടം കിട്ടിയാൽ 1,00,000 രൂപ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ പോലുള്ള മണ്ടന്മാർ വെറും മണ്ടന്മാർ തന്നെയാണ്. അവൻ്റെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടം. പുള്ളിക്ക് ചിലപ്പോൾ ഹൊറർ മൂവി ആയിരിക്കും ഇഷ്ടം, നമുക്ക് ചിലപ്പോൾ ഹൊറർ ഇഷ്ടാവില്ല. അത് വ്യക്തിപരമാണ്. ഷസാമൊക്കെ ആ കാര്യത്തിൽ നീറ്റായിട്ട് പറയട്ടെ, ഇത് എല്ലാത്തിലും മൈ ഒപ്പീനിയൻ, ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ടു, ആ പടത്തിന് ഇന്ന ആണ് പോസിറ്റീവ്, ഇന്നാണ് നെഗറ്റീവ്. അതുപോലും പറയേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് നെഗറ്റീവ് പറയണമെങ്കിൽ ജനിപ്പിച്ച തന്തയ്ക്ക് കുറ്റം പറയാനുള്ള അധികാരമുള്ളൂ എന്ന് പറഞ്ഞവരാണ്. നമുക്ക് ആസ്വദിക്കാനുള്ള കഴിവേ ഉള്ളൂ, അല്ലെങ്കിൽ മോശമാണെന്ന് പറയാനുള്ളതേ ഉള്ളൂ. അതിനെ വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ഒന്നുമില്ല. ഇത് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ഇത്രയും ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒരു ഹോളിവുഡ് സിനിമ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സിനിമകളൊക്കെ നമ്മൾ OTT ഇരുന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ ഇരുന്ന് കാണുന്നുണ്ട്. നമ്മൾ അതിനെയൊക്കെ വലിച്ചു കയറാൻ നടക്കണ്ട, ഇല്ലല്ല. അതെന്താ? അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, നമുക്ക് പറ്റത്തില്ല. മലയാളത്തിലാകുമ്പോൾ എന്തും നടക്കും, എന്തും പറയാം, എന്തും നടക്കും, ആൾക്കാർ കാണണേണ് അല്ലേ. അപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കും പുറമേ രാജ്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു ടോപ്പ് ഗൺ എന്നുള്ള സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ മോശം കാര്യങ്ങളൊക്കെ പറയാനോ, അല്ലെങ്കിൽ ആ സിനിമയുടെ ഇന്ന കുറേ ഇമാജിനറി സാധനങ്ങളുണ്ട്, ഇത് അതിൻ്റെ VFX പോരായിരുന്നു എന്നൊക്കെ പറയാൻ ഞാൻ കണ്ടിട്ടില്ല ഇവരാരും പറയണത്. അല്ല, അവർക്ക് പറയാനുള്ള അർഹതയുണ്ടോ? ഇപ്പോൾ ഫൈറ്റർ എന്നുള്ളൊരു മൂവി ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ VFX ഇത്തിരി കുറവാണ്. എടാ, ഇത് ഇന്ത്യയാണ്, ഇന്ത്യയിൽ ഇത്രയൊക്കെ ചെയ്യണല്ലേ, ഇത്രയും പടങ്ങളൊക്കെ ഇത്ര സെറ്റപ്പായിട്ട് ചെയ്യണല്ലേ. ഒരുമാതിരി നമ്മൾ വ്യൂവേഴ്സ്
റിവ്യൂ കണ്ട് എന്താ പറയുക, നിങ്ങൾ കണ്ടു ഭയങ്കര ഇതാക്കി കണ്ടിട്ടൊക്കെ സമ്മതിച്ചു. പക്ഷെ നമ്മൾ കാണണ വേണ്ടതെന്നുള്ളത് മറ്റൊരാളുടെ ചോയ്സ് ആവരുത്. നമ്മൾ കാണണ വേണ്ടത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. മറ്റൊരാൾ പറയണ കേട്ട് എല്ലാ വെള്ളിയാഴ്ചയും ആൾക്കാർ നോക്കിയിരിക്കുക, റിവ്യൂ നോക്കിയിരിക്കുക പടം നല്ലതാണോ ചീത്തയാണോ എന്ന്. അത്രയ്ക്ക് അധപതിച്ചൂടെ നമ്മളൊക്കെ.